ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് കൊഞ്ചാണ്. കൊഞ്ച് കൊണ്ട് ഒരു അടിപൊളി ഒരു തീയൽ. അപ്പോൾ കൊഞ്ച് മേടിക്കുക കഴിഞ്ഞാൽ വിഷയം വരുന്നത് എന്താണെന്ന് അറിയാമല്ലോ, അത് ക്ലീൻ ചെയ്യുന്നത് തന്നെയാണ്. വലിയ പാടൊന്നുമില്ല. ഞാനും എൻ്റെ പൊണ്ടാട്ടിയും കൂടി കൊഞ്ചുകളൊക്കെ അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് ഭയങ്കര സ്ലോ ആയിട്ടോ ഈ കൊഞ്ചൊക്കെ പിന്നെ ഉള്ളിയെടുക്കാൻ. എനിക്ക് പിന്നെ ഇതൊക്കെ പറ്റും. ഇത് കണ്ടില്ലേ, ചിലതൊക്കെ വലിയ കൊഞ്ചാണ്, ചിലതൊക്കെ ചെറുതാണ്. അങ്ങനെ ഫൈനലി നമ്മൾ കൊഞ്ചെല്ലാം ക്ലീൻ ചെയ്തു. ഇതാണ് ഇത്രയും സാധനം ഉണ്ടായിരുന്നു, എടുത്തു വന്നപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, എന്നാൽ പിന്നെ അതിനെ ഒന്ന് വാഷ് ചെയ്യാമെന്ന് കരുതി അതിനെ സൂപ്പറായിട്ടൊന്ന് വാഷ് ചെയ്തു. നല്ല ഭംഗിയായിട്ട്. ഇപ്പോൾ ഞാൻ ഇപ്പോൾ വാഷ് ചെയ്യുമ്പോഴും അല്പം വിനാഗിരി ഉപ്പൊക്കെ ചേർത്താണ് വാഷ് ചെയ്യുന്നത്. അങ്ങനെ വാഷ് ചെയ്തെടുത്ത കൊഞ്ച് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമ്മൾ കൊച്ചുള്ളി, സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, അല്പം തക്കാളിക്ക് എടുത്തിട്ട് എന്നിട്ട് ഒരു ചട്ടി വെച്ചിട്ട് അതിലോട്ട് അല്പം എണ്ണ ഒഴിച്ച് ഉലുവയും കടുകും ഇട്ട് കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഈ ബാക്കിയുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. അതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആ സമയത്ത് വേറൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് അല്പം ഒരു ഉലുവ ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. അങ്ങനെ തേങ്ങ ഒരു സൈഡിൽ കിടന്ന് നമ്മൾ അതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അത് ഒരു സൈഡിൽ നമ്മുടെ ഈ ബാക്കിയുള്ള കൊഞ്ചിന് ആവശ്യമായിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി അതെല്ലാം ഒരു സൈഡിൽ കിടക്കുന്നുണ്ട്. അങ്ങനെ രണ്ടും ഒരു സമയത്താണ് ഞാൻ ചെയ്യുന്നത്, വേറെ ഒന്നുമല്ല, പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയാണ്. അങ്ങനെ ഏകദേശം വേണ്ടി വരുമ്പോൾ അതിനകത്തേക്ക് അല്പം കൊഞ്ചിട്ട് കൊടുക്കാം. കൊഞ്ചിട്ട് നല്ല ഭംഗിയായിട്ട് അതിനെ ഇളക്കണം. ഇളക്കിയതിന് ശേഷം പുളിവെള്ളം, അത് എടുക്കുന്ന വീഡിയോ ഇല്ല, അത് കിടക്കുന്ന പുളിവെള്ളമാണ്. കുറച്ച് പുളിവെള്ളം കൂടെ ഒഴിച്ചിട്ട് അതിനൊന്ന് അടച്ചു വെച്ച് ചെറുതായിട്ട് വേവിക്കാം. അപ്പോഴേക്കും നമ്മുടെ തേങ്ങ ഓൾമോസ്റ്റ് റെഡിയായി വരും. ഈ റെഡിയായി വരുന്ന തേങ്ങയിലേക്ക് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇത് മൂന്നും ചേർക്കണം. അത് കറക്റ്റായിരിക്കണം, ഒരുപാട് കൂടി പോകരുത്. മാത്രമല്ല ഒരുപാട് മൂത്ത് പോയി കഴിഞ്ഞാൽ ടേസ്റ്റ് മാറിപ്പോകും. അതുകൊണ്ട് തന്നെ ഒരു ഗോൾഡൻ ബ്രൗണിൽ വേണം ഇത് ചെറിയ ഫ്ലെയിമിൽ റെഡിയാക്കി എടുക്കാൻ. ഇത് ചൂടാറി കഴിയുമ്പോഴത്തേക്കിന് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്ക് പേസ്റ്റാക്കി എടുക്കാവേ. ഞാനിത് അരച്ചൊരു പേസ്റ്റാക്കി എടുക്കുന്നുണ്ട്. ഈ പേസ്റ്റാക്കി എടുത്തതിന് ശേഷം പകുതി വെന്ത കൊഞ്ചിനകത്തേക്ക് നമുക്ക് ഈ അരപ്പൊഴിച്ച് കൊടുക്കാം. ഈ അരപ്പാണ് ഇതിൻ്റെ പ്രധാനം. അപ്പോൾ അതിനകത്ത് നമുക്ക് അരപ്പൊഴിച്ച് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി തിളപ്പിക്കാം. ഏകദേശം നല്ല വൃത്തിക്ക് തിളക്കണം കേട്ടോ. തിളച്ച് ചെറിയ ഫ്ലെയിം ഇട്ട് വേണം ഇത് സ്റ്റൗ കത്തിച്ച് വെക്കാൻ. അതിനുശേഷം അത് നല്ല വൃത്തിക്ക് തിളച്ച് വരും. തിളച്ച് അതേ സൈഡിൽ കണ്ടില്ല, എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരണം. എണ്ണ തെളിഞ്ഞ് കുറുകി വറ്റി വരുമ്പോൾ നമുക്ക് ഉപയോഗിക്കേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ചക്ക വേവിച്ചതാണ്. അപ്പോൾ 2 സ്പൂൺ ചക്കയ്ക്കകത്തോട്ട് ഒരു അല്പം കൊഞ്ച് ആദ്യം കോരിയിട്ട് അതിന് കൂടെ ശകലം ഗ്രേവിയും കൂടെ ചേർത്താണ് ഇന്നത്തെ ഒരു പിടുത്തം. നോക്കി, നല്ല കൊഞ്ച് കോരിയിടുന്നു. അതിനുശേഷം ഒരല്പം ഗ്രേവി അതിൻ്റെ മുകളിലേക്ക് ഒഴിക്കുന്നു. എന്നിട്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പറാണ്. നമ്മൾ കൊഞ്ച് ഒരെണ്ണം ഇച്ചിരി മോരും കൂടെ ഒഴിച്ചിട്ട് ആ ചാറും ആ മോരിനകത്ത് ഇങ്ങനെ മുക്കിയിട്ട് എടുത്തിട്ട് ഒരു രക്ഷയില്ല. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി റെസിപ്പിയാണ്. മറ്റു വീഡിയോ വീണ്ടും കാണാം. ബൈ.